നമ്മളിന്നൊരു ഹൗസ് വാമിങ്ങിന് പോവാണ് കേട്ടോ. ചേട്ടൻ്റെ ഓഫീസിലെ ഒരു സാറിന് ഹൗസ് വാമിംഗ് ആണ്. ബൊമ്മനഹള്ളി എന്ന പ്ലേസിലാണ് അവർ വീട് വെച്ചത്. അവർ നമ്മുടെ റൂമിൻ്റെ അടുത്തായിരുന്നു മുമ്പ് താമസിച്ചിരുന്നത്. ചേട്ടൻ്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയും അവരുടെ കാറിലാണ് നമ്മൾ പോകുന്നത്. മിത്തു അവൻ്റെ ഫ്രണ്ടിൻ്റെ കൈയും പിടിച്ചൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. അത്യാവശ്യം മഴ പെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. കാറ് നിർത്തി നമ്മളെ ഇറങ്ങി അവരുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. മഴ പെയ്തുകൊണ്ട് തന്നെ അവർ തുണിപ്പന്തലായിരുന്നു കെട്ടിയിരുന്നത്. അതൊക്കെ നനഞ്ഞ കാരണം ഫുഡൊക്കെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് സെർവ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അവർ വീടൊക്കെ. പിന്നെ ഒരു പൂജ ചെയ്തിട്ടുണ്ട്. പൂജയുടെ പ്രസാദമൊക്കെ നമുക്ക് തന്നു. നാരായണസ്വാമി പൂജ അങ്ങനെ എന്തോ ആണ് ചേട്ടൻ ഇതിലും പറഞ്ഞത്. വീട് വയ്ക്കുമ്പോൾ അവർ പൂജ ചെയ്യും ഇതുപോലെ. പിന്നെ നമ്മൾ ഫുഡ് നമ്മൾ കഴിക്കുക. അത്യാവശ്യം അവരുടെ വീടൊക്കെ ഉള്ളിൽ കയറി കണ്ട ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഇലയൊക്കെ ഇട്ടിട്ടാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. ആദ്യം തന്നെ അവർ ഉപ്പ് വിളമ്പി, പിന്നെ അച്ചാറ്, പിന്നെ ഒരു സാലഡിൽ റോ ആയിട്ട് ക്യാബേജും കോണും ക്യാരറ്റുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഉപ്പേരി, പിന്നെ സാബുദാനയുടെ പായസം ഉണ്ടായിരുന്നു. അതിന് സ്പൂണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇവരുടെ മീൽസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഒന്ന് കഴിച്ച് കഴിഞ്ഞ് വിളമ്പി നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് വിളമ്പുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹോളിഗ എന്ന് പറയും. നമ്മളെ തെക്കൻ ജില്ലയിലൊക്കെ ബോളി എന്ന് പറയുന്നത് കിട്ടുന്നതായി തോന്നുന്നു. ഹോളിഗ തന്നു, അത് കഴിച്ചു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ ഒരു മസാല അടങ്ങിയിട്ടുള്ളൊരു വട ഉണ്ടായിരുന്നു. വടയിൽ കൂടുതലും ഇതായിരുന്നു, നിലക്കടലയായിരുന്നു കണ്ടിരുന്നത്. പിന്നെ ഒരു സൈഡ് ഡിഷായിട്ടൊരു മസാല സംഭവം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹോളിഗ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ പൂരി തന്നു. പൂരി അതിനൊരു മസാലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒരു മധുരപലഹാരം വിളമ്പിയിരുന്നു കേട്ടോ. അതിൻ്റെ പേരെനിക്കറിയില്ല. നമ്മൾ പൂരി കഴിച്ച് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് അവർ ഒരു പുലാവ്, ഒരു റൈസാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള പുലാവായിരുന്നു. അതും റൈസും തന്നു. അത് കഴിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് അവർ തന്നത് വൈറ്റ് റൈസും അതിലേക്കൊരു കറി. അവർ സാമ്പാർ എന്നാണ് പറയുന്നതെങ്കിൽ പോലും ശരിക്കും സാമ്പാറല്ലായിരുന്നു, പാലക്കും പരിപ്പും കറിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. മിത്തു കഴിക്കുകയാണ്. മിത്തു ഭയങ്കര ആസ്വദിച്ചൊക്കെയാണ് കഴിക്കുന്നത്. അവന് ആ മധുരമുള്ള സംഭവം ഹോളിഗയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പഴവും ഐസ്ക്രീമും വെച്ചിരുന്നു. ഐസ്ക്രീം കണ്ടതോടുകൂടി പിന്നെ മിത്തുവിൻ്റെ സ്വഭാവമൊക്കെ മാറി. അവൻ ഫുഡൊക്കെ നിർത്തിയിട്ട് പിന്നെ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ വാരി കൊടുക്കേണ്ടി വന്നു. അതുവരെ അവൻ സ്വന്തം കഴിച്ചിരുന്നത്. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചു അവന്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ വീടിൻ്റെ പേര് മീനാക്ഷി നിലയ എന്നാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളത് വായിച്ചത്. പിന്നെ കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ്. അത്യാവശ്യം സ്പേസൊക്കെ ഉള്ളൊരു വീടാണ്. പിന്നെ അറിയാലോ, കർണാടകയിൽ വീടൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ല. അപ്പോൾ നമ്മുടെ കൊച്ചു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും കാണുക. ടാറ്റാ, ബൈ ബൈ.